നമസ്കാരം. നക്ഷത്രഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2024 ജനുവരി മാസം 16-ാം തീയതി ഉത്രട്ടാതി നക്ഷത്രമാണ്. 12 രാശിയിൽ വരുന്നവർക്ക് എന്തെല്ലാം ഫലങ്ങളാണെന്ന് നോക്കാം. മേടം രാശി അശ്വതി, ഭരണി, കാർത്തികക്കാല് ഈ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു ദിവസമാണ്. ധാരാളം യാത്രകൾ വേണ്ടി വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചിലവുകളും അമിതമായിട്ട് വരാം. അവിചാരിതമായിട്ടുള്ള പെട്ടെന്നുള്ള ചിലവുകളൊക്കെ വന്നു പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പണമൊക്കെ കുറച്ച് കൈവശം വെച്ചിരിക്കുന്നത് നന്നായിരിക്കും. രാവിലെ മുതൽ ചിലവൊന്നും കണ്ടില്ലെങ്കിലും ചിലപ്പോൾ വൈകുന്നേരമായിരിക്കും പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത ചിലവുകളൊക്കെ വരുന്നത്. അതുകൊണ്ട് പണം സൂക്ഷിച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. പണമിടപാടുകളിൽ നഷ്ടം വരാനും സാധ്യതയുള്ളൊരു ദിവസമാണ്. പ്രതീക്ഷിച്ച പോലെ പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. തൊഴിൽ രംഗത്തെല്ലാം അനുകൂലമായിട്ടുള്ളൊരു ദിവസമാണ്. ഭാഗ്യം കൊണ്ട് ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. ഇടവം രാശി കാർത്തിക, മുക്കാല്, രോഹിണി, മകീരമര ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണകരമായിട്ടുള്ളൊരു ദിവസമാണ്. സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ ഉള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ദീർഘകാലമായിട്ട് കാത്തിരുന്ന അല്ലെങ്കിൽ ഒരുപാട് കാലമായിട്ട് പ്രതീക്ഷിച്ചിരുന്ന പല കാര്യങ്ങളും ഇന്ന് നേടിയെടുക്കാൻ സാധിക്കും. പല രീതിയിൽ ഒരുപാട് പണം വന്നു ചേരാനും യോഗമുള്ളൊരു ദിവസമാണ്. യാത്രകൾ കൊണ്ട് നേട്ടമുണ്ടാകും. കുടുംബത്തിൽ നിന്നൊക്കെ ചില സഹായം കിട്ടും. അമ്മയുടെ സഹായമൊക്കെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അല്ലെങ്കിൽ എതിർലിംഗത്തിൽപ്പെട്ടവരിൽ നിന്നൊക്കെ സാമ്പത്തിക സഹായം ലഭിക്കാനുള്ള യോഗമൊക്കെ ഉള്ളൊരു ദിവസമാണ്. മിഥുന രാശി മകീര, തിരുവാതിര, പുണർദം, മുക്കാല് ഈ നക്ഷത്രക്കാർക്ക് സർക്കാരിൽ നിന്ന് ചില ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട്. ഉന്നത അധികാരികളുടെ നിന്ന് ചില സഹായങ്ങൾ ലഭിക്കാനും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനലബ്ധി ഉണ്ടാവാനും അല്ലെങ്കിൽ കൂടുതൽ അധികാരങ്ങൾ ലഭിക്കാനും കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും സ്ഥാനക്കയറ്റം ലഭിക്കാനും സാമ്പത്തിക പുരോഗതി ഉണ്ടാവാനും തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം പല ഗുണകരമായിട്ടുള്ള പരിവർത്തനങ്ങൾ ഉണ്ടാവാനൊക്കെ സാധ്യതയുള്ളൊരു സമയമാണ്. ഈശ്വരാധീനം കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. ഏറ്റവും അധികം ദൈവാധീനമുള്ളൊരു കാലമാണ് ഇപ്പോൾ നടക്കുന്നത്. കർക്കിടക രാശി പുണർദം, കാല്, പൂയം, ആയില്യം ഈ നക്ഷത്രക്കാർക്ക് ഭാഗ്യമുള്ളൊരു ദിവസമാണ്. ഭാഗ്യം കൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടാകും. തൊഴിൽ രംഗത്തും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത്തരം കാര്യങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അകന്നു കഴിഞ്ഞിരുന്ന ദമ്പതികൾ തമ്മിൽ ഒന്നിച്ചു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ദീർഘകാലമായിട്ട് വിട്ടു നിൽക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ കലഹിച്ച് മാറിയിരുന്ന ആൾക്കാർക്കൊക്കെ യോജിപ്പ് ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ ഉള്ളൊരു സമയമാണ്. അല്ലെങ്കിൽ തിരിച്ചു വരാനും യോജിക്കാനൊക്കെ ഉള്ളൊരു അവസരം ലഭിക്കുന്നതാണ്. ഭാഗ്യം കൊണ്ട് പല കാര്യങ്ങളും നടക്കും. ചിങ്ങം രാശി മകം, പൂരം, ഉത്രത്തിൽക്കാല് ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം അത്ര ഗുണകരമല്ല. പുതിയ ഒരു കാര്യവും ഇന്നത്തെ ദിവസം തുടങ്ങാതിരിക്കുക. യാത്രകളൊക്കെ കഴിവതും മാറ്റിവെക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് രാത്രികാല യാത്രകളെല്ലാം ഒഴിവാക്കുന്നതാണ് നല്ലത്. അപകട സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പ്രത്യേകിച്ച് ജലയാത്രകളൊക്കെ ഒരു കാരണവശാലും ചെയ്യരുത്. വെള്ളത്തിൽ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. അത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രാർത്ഥനകളും വഴിപാടുകളൊക്കെ മുടങ്ങാതിരിക്കാനായിട്ട് നോക്കുന്നത് നന്നായിരിക്കും. ഭാഗ്യം ദൈവാധീനമൊക്കെ ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. കന്നിരാശി ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരാര ഈ നക്ഷത്രക്കാർക്ക് പുതിയ പല അവസരങ്ങളും വന്നു ചേരുന്നതാണ്. പാർട്ണർഷിപ്പ് ബിസിനസ് ലാഭകരമായിരിക്കും. പങ്കാളിയെ കൊണ്ട് ചില നേട്ടങ്ങളുണ്ടാവും. വിവാഹ കാര്യത്തിൽ തീരുമാനം ഉണ്ടാവാനും സാധ്യത കാണുന്നുണ്ട്. ആഗ്രഹിക്കുന്ന പോലെ പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. പഴയകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനുള്ള സാധ്യത, അവരുമായിട്ട് ഒത്തുകൂടാനുള്ള യോഗങ്ങളൊക്കെ ഉള്ള ഒരു സമയമാണ്. അതേസമയം ദൈവാധീനം കുറഞ്ഞ ഒരു സമയമാണ്. പ്രാർത്ഥനകളും വഴിപാടുകളും എല്ലാം മുടങ്ങാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. യാത്രകൾക്ക് തടസ്സം വരാനും വാഹനങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടാവാനൊക്കെ സാധ്യത കാണുന്നുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. തുലാം രാശി ചിത്തിരാര, ചോതി, വിശാഖം, മുക്കാൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ടെൻഷനും മനക്ലേശവും ആരോഗ്യ സംബന്ധമായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളും പനി, ജലദോഷം മുതലായ ഒക്കെ പിടിപെടാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. പകർച്ചവ്യാധികളൊക്കെ പിടിപെടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. യാത്രകൾ കൊണ്ട് നേട്ടമുണ്ടാവാൻ സാധിക്കും. പുതിയ ചില പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ബിസിനസ് ജീവിതം സന്തോഷകരവും ലാഭകരവുമായിരിക്കും. കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യമൊക്കെ നിലനിൽക്കുന്ന ഒരു സമയമാണ്. ദാമ്പത്യ ജീവിതം ഊഷ്മളമായിട്ട് തുടരുന്ന ഒരു കാലമായിട്ട് തന്നെ പ്രതീക്ഷിക്കാം. ഉല്ലാസയാത്രയിൽ പങ്കെടുക്കാനും സാധ്യത കാണുന്നുണ്ട്. വൃശ്ചിക രാശി വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട
ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം ഗുണകരമാണ്. പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. ബന്ധുക്കളുടെ സഹായം ലഭിക്കാനും സാമ്പത്തിക പുരോഗതി ഉണ്ടാവാനും സാധ്യത കാണുന്നുണ്ട്. ഉല്ലാസയാത്രയിൽ പങ്കെടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഗാർഹിക ഉപകരണങ്ങൾക്ക് വേണ്ടിയിട്ട് പഴയ ഉപകരണങ്ങളൊക്കെ മാറ്റി പുതിയതൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾക്കെല്ലാം സാധ്യതയുള്ളൊരു ദിവസമാണ്. ദേഷ്യം നിയന്ത്രിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വാക്ക് തർക്കങ്ങളും കലഹങ്ങളും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിച്ച് പറയാനും പ്രവർത്തിക്കാനൊക്കെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ആവശ്യമില്ലാത്ത മറ്റുള്ളവരുടെ തർക്കങ്ങളിലും ഇടപെടാതിരിക്കാനായിട്ട് നോക്കുന്നത് നന്നായിരിക്കും. ധനുരാശി മൂലം പൂരാടം ഉത്രാടത്തിൽ കാല്. ഈ നക്ഷത്രക്കാർക്ക് പുതിയ വാഹനം വാങ്ങാനും അല്ലെങ്കിൽ വീട് നിർമ്മിക്കാനോ വീട് പുതുക്കി പണിയാനോ ഒക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾക്കെല്ലാം ഇന്നത്തെ ദിവസം ഉത്തമമാണ്. യാത്രകൾ കൊണ്ടും പല നേട്ടങ്ങളുണ്ടാവും. ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ചെയ്തു തീർക്കാനും ഉല്ലാസയാത്രയിൽ പങ്കെടുക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. എന്നാൽ വരുമാനത്തിൽ അധികമായിട്ടുള്ള ചിലവുകൾ അതോടൊപ്പം വന്നു ചേരാനൊക്കെ സാധ്യത കാണുന്നുണ്ട്. അനാവശ്യമായിട്ടുള്ള വരവിൽ അധികമായിട്ടുള്ള ചിലവുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പണം ഇടപാടുകളിലെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. മകരരാശി ഉത്രാടം മുക്കാല് തിരുവോണം അവിട്ടാര. ഈ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ഭാഗ്യദോഷം കൊണ്ട് ചില കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകാനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലെല്ലാം ശ്രദ്ധിക്കുക. ഭാഗ്യ പരീക്ഷണങ്ങൾക്കൊന്നും ഇന്ന് മുതിരാതിരിക്കുക. അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പണം ചിലവാക്കി കഴിഞ്ഞാലൊക്കെ അത് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. പങ്കാളിയെ കൊണ്ട് ചില സഹായങ്ങളൊക്കെ ലഭിക്കാനും സഹോദരനെ കൊണ്ട് ചില നേട്ടങ്ങൾ ഉണ്ടാകാനൊക്കെ യോഗം കാണുന്നുണ്ട്. കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യമൊക്കെ നിലനിൽക്കുന്നതാണ്. എല്ലാ കാര്യങ്ങളും കുടുംബത്തിൽ മംഗളമായിട്ട് നടക്കാൻ സാധ്യത കാണുന്നുണ്ട്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനും യോഗമുള്ളൊരു സമയമാണ്. കുംഭൻ രാശി അവിട്ടാര ചതയം പൂർട്ടാതി മുക്കാൽ. ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് പരീക്ഷയിൽ ഉന്നത വിജയം നേടാനും ഉപരിപഠനത്തിനുള്ള അവസരങ്ങൾ ലഭിക്കാനും സാമ്പത്തിക പുരോഗതി കൈവരിക്കാനും എല്ലാം യോഗമുള്ളൊരു സമയമാണ്. കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും പത്രപ്രവർത്തകർക്കും ലേഖകന്മാർക്കും എല്ലാം അല്ലെങ്കിൽ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം ഗുണകരമായിട്ട് മാറുന്നതാണ്. അവരുടെ മേഖലയിൽ കൂടുതൽ ശോഭിക്കാൻ സാധിക്കും. ദൈവാധീനം കുറഞ്ഞ ഒരു കാലമായതുകൊണ്ട് പല കാര്യങ്ങളിലും ആവശ്യമില്ലാത്ത ടെൻഷനും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മീനൻ രാശി പൂർട്ടാതി കാല് ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഉത്സാഹം കൂടുതലായിട്ട് തോന്നുകയും എല്ലാ കാര്യങ്ങളും സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു ദിവസമാണ്. കുടുംബജീവിതം സന്തോഷം നിറഞ്ഞതായിരിക്കും. ഭാഗ്യം കൊണ്ട് ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. ഈശ്വരാധീനമുള്ള ഒരു സമയമാണ്. പഠനകാര്യങ്ങളിൽ പുരോഗതി കൈവരിക്കാനും ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലെല്ലാം ഉന്നത വിജയം നേടാനൊക്കെ സാധിക്കുന്നതാണ്. സാഹിത്യ രംഗത്തൊക്കെ ശോഭിക്കാൻ സാധിക്കുന്ന ഒരു ദിവസമാണ്. പറയുന്ന വാക്കുകൾക്ക് മറ്റുള്ളവർ കൂടുതൽ വില കൽപ്പിക്കാനും അതെല്ലാം അംഗീകരിക്കാനൊക്കെ സാധ്യതയുണ്ട്. ഇതോടെ ഇന്നത്തെ നക്ഷത്രഫലം ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.